ഈ കാണുന്നത് ഗൾഫൊന്നും അല്ലട്ടാ, നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെ. ഞങ്ങൾ യു പിയിൽ നിന്ന് ഡൽഹിക്ക് പോണ വഴിക്ക് നിർത്തിയപ്പോൾ കണ്ട ഒരു ബാത്റൂമാണ് കേട്ടോ, റോഡ് സൈഡിലുള്ള. എന്താ ക്ലീൻ! ശരിക്കും ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴേ ഇതേപോലുള്ള റോഡും കാര്യങ്ങളും കണ്ടിട്ടുള്ളൂ. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ. താജ്മഹൽ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ആഗ്രയിലുള്ള റൂമിലേക്ക് തന്നെ വന്ന് രാവിലത്തെ ഇവിടെ തന്നെ നാസ്തയും കഴിഞ്ഞിട്ട്, നാസ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, അതും കഴിച്ചിട്ട് നേരെ ഇനി ഡൽഹിക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പോയാലോ? ഇതിലൊന്നും ഇല്ലാലോ. ചേരനത്തിൽ ചെല്ലണം അല്ല, കപ്പലണ്ടി കിട്ടണ്ടല്ലോ. എന്തോട്ടെ, ഇതെടുത്തോട്ടെ. തിരി 5 ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും അങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് എത്തിപ്പെട്ടേക്കാണ്. ഈ ഒരു സാധനം കഴിച്ചു നോക്കിയത് അമ്മാമ ഹാപ്പിയായി. അപ്പൊ നമ്മള് ഇന്ന് എടുത്തേക്കുന്നത് ബ്രെഡ്, പിന്നെ അറിയാലോ പൂരി, അറിയാലോ. ഈ സാധനം ഇതെന്താണെന്നൊരു പിടിയില്ല. ഒന്ന് കഴിച്ചിട്ട് എന്താണ് സംഭവം എന്ന് പറയാം. അമ്മാമക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് അറിയാം. കപ്പലണ്ടി മുതൽ കശ്മീരി മുതൽ എല്ലാ സാധനവും ഉണ്ട്. കഴിച്ചോട്ടെ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിപ്പേറിയുടെ ചാറൊഴിച്ചിട്ട് ചോറെടുക്കുക, കുറച്ച് കപ്പലണ്ടി ഇടാം, എല്ലാം കൂടി ചവയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമില്ലേ, അത് തന്നെ. എല്ലാം കൂടി മിക്സ് ചെയ്യണം. അങ്ങനെയുണ്ട്, നല്ലതാ. ഇത് മനസ്സിലായ ഇത് അവലാണ്, അവലാണ് അത് മസാലയൊക്കെ ഇട്ട്. എടി റോസ്മിയായി, അവലാണത്. അതിന്റെ പേര് പോകാന്നാണ്. हमारा होटल वाला है. हाय बोलो. हाय നിഷ. സൂപ്പർ. അയ്യോ, എല്ലാവരും റെഡി ആയി കഴിഞ്ഞു, ഇറങ്ങിയാണ്. അമ്മാമ്മയുടെ എല്ലാം എടുത്തില്ലേ? എല്ലാം ഓക്കെ അല്ലേ അമ്മാമേ? ഓക്കെ, ഇറങ്ങി ഇതിലിറങ്ങി. അപ്പൊ ഇനി നമ്മൾ നേരെ ആഗ്രയിൽ നിന്ന് എങ്ങാടാണ് ഇത് പോണത്? ഡൽഹിക്കുള്ള വണ്ടി താഴെ വന്നിട്ട് ലഗേജ് ഒക്കെ എടുത്ത് റൂം കൊണ്ടുവന്ന് വെക്കേറ്റ് ചെയ്ത് അതൊക്കെ പോവുകയാണ്. ശരിക്കും ഗൾഫിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു സൈറ്റിൽ നിന്നും വേറൊരു സൈറ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതേപോലെയുള്ള ലൊക്കേഷൻസ് കണ്ടേക്കുന്നതും റോഡ് കണ്ടേക്കുന്നത്. ഇത് നോക്കി, റോഡ് സൈഡിലുണ്ടായിരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളുവശം കാണിച്ചു തരാം. ഫ്രീ ആണ്. മറ്റേ പേ ടു യൂസ് അല്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക. ക്ലീൻ ആൻഡ് നീറ്റ്, എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ആളുകളുണ്ട്. കരിക്കും വെള്ളം അങ്ങനെയുണ്ട്. എത്ര രൂപ? 130. റെഡിയാണ്. അവിടെ നിന്നൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു. റോഡ് സൈഡിൽ വലിയ വലിയ കെട്ടിടങ്ങൾ, റോഡിൻ്റെ 2 വശങ്ങളിലുമായിട്ട് മരങ്ങളും പൂക്കളുള്ള ചെടികൾ, അതിനെയൊക്കെ വെള്ളം ഒഴിച്ച് പരിപാലിക്കാനായിട്ട് കണ്ടിന്യൂ ആയിട്ട് ആളുകൾ, എല്ലാം കൊണ്ടും നല്ല രസമായിട്ടുള്ള യാത്ര. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാണ്ടാ, ടൂറിസ്റ്റ് വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മുടെ ദില്ലിയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിയാണെങ്കിലും ഇവന് 100 രൂപ കിട്ടും. മോദി കൊടുക്കണെന്ന് ऐसा ही है ना, एक गाड़ी में आप नहीं रहो नहीं रहो, मुश्किल नहीं, 100 रुपया मिलेगा. ये क्या के लिए? टूरिस्ट के लिए. जो पीला प्लेट है, जो गाड़ी जो पीला प्लेट, टैक्सी के लिए मिलता है. വണ്ടി അങ്ങനെ ഞങ്ങളുടെ ഡൽഹി സിറ്റിയുടെ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ കണ്ണിനൊട്ടും കുളിർമയില്ലാത്ത കാഴ്ചകളും റോഡ് സൈഡുകളിലുണ്ട്, നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതിനെങ്ങനെ വിവരിക്കണം എന്ന് എനിക്ക് അറിയില്ല, കണ്ടു മനസ്സിലാക്കാം. ഇതും നമ്മുടെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ചെടികൾക്കും കെട്ടിടങ്ങൾക്കും പൂക്കൾക്കും ബാത്റൂമിനും കൊടുക്കുന്ന പ്രാധാന്യം എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അടുത്തത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഡ്രൈവർമാർ കൊണ്ടുവന്ന് നിർത്തുന്ന ഹോട്ടലുകളിൽ നിന്ന് ഒരിക്കലും നമ്മൾ ലഞ്ച് കഴിക്കരുത്. നമ്മളായിട്ട് നിയർ ബൈ മലബാർ ഹോട്ടൽ സെർച്ച് ചെയ്യുക, എവിടെയാണോ കാണുന്നത് അവരെ കോൺടാക്ട് ചെയ്യുക, അങ്ങോട്ടേക്ക് പോവുക. കാര്യം ഞങ്ങൾ ഇവിടെ വന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു ബിരിയാണിക്ക് 500 രൂപയാണ്, അതൊരു വാളൻ ബിരിയാണി. അങ്ങനെ ഒരു വലിയ അബദ്ധം പറ്റി. ആർക്കും വയറൊന്നും അറിഞ്ഞില്ല, എന്നാൽ പോക്കറ്റ് കാലിയാവുകയും ചെയ്തു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആഗ്രയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഡൽഹിയിൽ നമ്മുടെ എത്തിയൊക്കെയാണ്. ഇനി നമുക്ക് ഡൽഹിയിലെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോസിൽ വരാൻ പോകുന്നത്. കുത്തബ് മിനാറും ഇന്ത്യ ഗേറ്റും പാർലമെൻറ്റും പിന്നെ ഇന്ദിരാഗാന്ധി ഭവനും ഇതെല്ലാം സന്ദർശിച്ചതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയോടെ നിങ്ങളുടെ സ്വന്തം അമ്മാമ്മയും കൊച്ചുമോനും കുടുംബവും. ടാറ്റാ.